ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ DNA ഫലം കാത്ത് കുടുംബം ഇരിക്കുകയാണ് ഇപ്പോഴും. സഹോദരി ഭർത്താവ് ജിതിനും സഹോദരനും ഉൾപ്പെടെയുള്ളവർ ഷിരൂരിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. DNA ഫലം വന്നാൽ കാർവാറിലെ മെഡിക്കൽ കോളേജിലേക്ക് പോകും. തുടയിലും നെഞ്ചിൻ്റെ ഭാഗത്തുള്ള വാരിയലിൻ്റെ ഒരു ഭാഗവുമൊക്കെയാണ് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. ഗൂഗിൾ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ഗൂഗിൾ, വിശദാംശങ്ങൾ. അനു, കഴിഞ്ഞ ദിവസം ഉത്തര കന്നഡ ജില്ലാ കളക്ടർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ അർജുൻ്റെ DNA പരിശോധന പൂർത്തിയാക്കി മൃതശരീരം കുടുംബത്തിന് വിട്ടു നൽകേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഫോറൻസിക് ലാബിലെ സയന്റിസ്റ്റുമാർ നടത്തിയിട്ടുള്ള ചില ഇടപെടലുകളുടെ ഭാഗമായിട്ട് ഈ സാമ്പിൾ ശേഖരിക്കാനും അല്ലെങ്കിൽ അത് കൈമാറാനും ചെറിയൊരു കാലതാമസം ഉണ്ടായതായി അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ഒരു പക്ഷേ അല്പസമയം മാറുമോ എന്നൊരാശങ്ക ആ കുടുംബാംഗങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ അല്പസമയം മുമ്പ് ജിതിൻ ഇവിടുത്തെ SIയുമായി സംസാരിച്ച സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൃതശരീരം ആ സമയത്ത് വിട്ടു നൽകാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ SI പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് SP-യെയോ ജില്ലാ കളക്ടറെയോ ഒന്നും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. SI പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ, നേരത്തെ പറഞ്ഞത് ഉച്ചയോടുകൂടി വിട്ടു നൽകുമെന്നാണ്, എങ്കിലും ഉച്ചയ്ക്ക് ശേഷം, ഉച്ചയ്ക്കും വൈകുന്നേരത്തിനും ഇടയിലുള്ള ഒരു സമയത്ത് മൃതശരീരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സൂചന SI ഇപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ ഈ ജിതിനും അർജുന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഷിരൂരിൽ തന്നെയാണ് തങ്ങുന്നത്. അർജുന്റെ മൃതശരീരം സൂക്ഷിച്ചിട്ടുള്ള കാർവാറിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ബന്ധുക്കൾ ആരും തന്നെ പോയിട്ടില്ല. ഇവിടെ നിന്നും ഒരു 40 കിലോമീറ്ററോളം ദൂരമുണ്ട് കാർവാറിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്. DNA പരിശോധനയുടെ ഫലം പുറത്തു വന്നാൽ ഉടനെ തന്നെ ഇവിടെ നിന്ന് ജിതിൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാർവാറിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴും ജിതിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഷിരൂരിൽ തന്നെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് സമീപത്തായിട്ട് ഇവിടെ തന്നെ തങ്ങുകയാണ്, അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ചയ്ക്കും വൈകുന്നേരത്തിനും ഇടയ്ക്കുള്ള സമയത്ത് ഈ ഫലം ലഭിക്കുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂറുകൾക്കകം തന്നെ ഈ മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള മറ്റു നടപടികൾ പൂർത്തിയാക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യും. തുടർന്ന് അങ്ങോട്ട് നാളെ രാവിലെയോട് കൂടിയിട്ട് തന്നെ ഈ ശരീരം കണ്ണാടിക്കലിന്റെ വീട്ടിൽ എത്തുമെന്നാണ് അറിയുന്നത്. ഈ മൃതശരീരത്തിനോടൊപ്പം കർണാടക പോലീസിന്റെ അകമ്പടി ഉണ്ടാവും. അവരുടെ കാർമ്മികത്വത്തിലായിരിക്കും ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള യാത്രയുണ്ടാവുക. ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വഴി നീളെ ഈ വാഹനത്തിന് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു സാധ്യതയും സാഹചര്യവും ഒക്കെ ഉണ്ടാവും. മാത്രമല്ല, അവർ അവസാനമായി അർജുനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിനെ ഒരു നോക്ക് കാണാൻ ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ വിവിധ യൂണിറ്റുകളിലുള്ള ഭാരവാഹികൾ പല സ്ഥലത്തും തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് വാഹനം പുറപ്പെട്ടു കഴിഞ്ഞാൽ എവിടെയും, കണ്ണാടിക്കൽ വരെയുള്ള പ്രദേശങ്ങളിൽ എവിടെയും വാഹനം നിർത്തി അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ടാവില്ല. ആ വാഹനം പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലായി ഈ ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്ന അല്ലെങ്കിൽ പുഷ്പമിട്ട് അല്ലെങ്കിൽ അവസാനമായി ഒരു യാത്ര അയക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം, ഈ DNA പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അല്പം കാലതാമസം ഉണ്ടെങ്കിലും ഇന്ന് തന്നെ ഇവിടെ നിന്ന് പുറപ്പെടാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ അർജുന്റെ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. അവരുടെ ആവശ്യം അത് തന്നെയാണ്. കാരണം 72-73 ദിവസത്തോളം നീണ്ടുനിന്ന പരിശോധനയ്ക്കൊടുവിലാണ്, തിരച്ചിലൊടുവിലാണ് ഇത്തരത്തിലൊരു ഭൗതിക ദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് വളരെ പെട്ടെന്ന് തന്നെ കുടുംബത്തിനെ ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ആ മൃതശരീര ഭാഗങ്ങൾ കിട്ടിയ സമയത്ത് പറയുകയും ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞത്. മിനിയാന്ന് 2 ദിവസം മുമ്പ് 2 ദിവസത്തിനകം ഇതിന്റെ നടപടികളൊക്കെ പൂർത്തിയാക്കി കുടുംബത്തിന് മൃതശരീരം കൈമാറുന്ന നടപടിയിലേക്ക് കടക്കുമെന്ന് പറഞ്ഞിരുന്നു. ചെറിയൊരു കാലതാമസം ഫോറൻസിക് ലാബുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പരിഹരിക്കപ്പെട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ മൃതശരീരം കൈമാറാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന ആവശ്യം ഇപ്പോഴും ഈ കുടുംബം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അനു.